السلام عليكم ورحمة الله وبركاته. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. وما لم يشأ لم يكن ولا حول ولا قوة إلا بالله. عليه توكلت وإليه أنيب. ألا يا رسول الله كنت رجاءنا وكنت بنا برا ولم تك جافيا. وليس لنا إلا إليك فرارنا وأنا فرار الخلق إلا إلى الرسل. اللهم صل وسلم وبارك عليه. ആദരണീയരായ സയ്യിദ് അവർകൾ, മറ്റ് ഉലമാക്കൾ, മുഅ്മിൻ മുഅ്മിനാത്തുകളെ, വിദ്യാർത്ഥിനികളെ, അല്ലാഹു തആല നമ്മിൽ നിന്ന് ഈ സദസ്സ് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഒരുപക്ഷെ റബീഉൽ അവ്വലിൻ്റെ സമാപന ദിനത്തിലാണ് നാം നിലകൊള്ളുന്നത്. അതോടൊപ്പം സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ് തങ്ങളുടെ പേരിൽ മാസാന്തം നടന്നു വരുന്ന മഹത്തായ സദസ്സിൽ കൂടിയാണ് നാം പങ്കെടുത്തിട്ടുള്ളത്. അഭിവന്ദരായ സയ്യിദ് അവർകളെ സംബന്ധിച്ചിടത്തോളം ഖാജ തങ്ങളുമായി അഭേദ്യമായ ബന്ധമുള്ളവരാണ്. ധാരാളം അനുഭവങ്ങളുണ്ട്. കൂട്ടത്തിൽ നമ്മുടെ നാട്ടുകാരനായ അയ്യൂബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വലിയൊരു ആക്സിഡൻറ്റിൽ പെട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ യാതൊരു സാധ്യതയുമില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞ് അവരോട് നിങ്ങൾ പ്രാർത്ഥിക്കുക, മറ്റൊരു വഴിയും ഞങ്ങളുടെ മുമ്പിൽ ഇല്ല എന്ന് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ജ്യേഷ്ഠ സഹോദരൻ എന്നെ വിളിക്കുകയും വളരെ വിഷമത്തോടെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യം ഉണർത്തിയപ്പോൾ അഭിവന്ദരായ സയ്യിദ് അവർകളെ ഞാൻ വിളിച്ച് അയ്യൂബിൻ്റെ കാര്യം വളരെ സീരിയസ് ആണ്, വളരെ വിഷമത്തിലാണുള്ളത്, ഡോക്ടർമാരൊക്കെ കഴിവഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ എന്തോ ഒരു ശക്തി തൻ്റെ കയ്യിലുള്ളതുപോലെ ഒന്നും സംഭവിക്കില്ല, ഖാജ തങ്ങളുടെ സവിധത്തിലേക്ക് പോകാൻ വേണ്ടി, സുഖമായി കഴിഞ്ഞാൽ ഖാജ തങ്ങളുടെ സവിധത്തിലേക്ക് പോകാൻ വേണ്ടി നിയത്ത് ചെയ്യുക, അവനൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഞാനും തങ്ങളും ആ രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി തങ്ങളെ വണ്ടിയിൽ ഒന്നിച്ച് പോയിട്ടുണ്ട്. ഏതായാലും അങ്ങനെ തങ്ങൾ പറഞ്ഞു. അതിൻ്റെ ശേഷം അദ്ദേഹത്തിന്, ആ യുവാവിന് മാറ്റങ്ങൾ ഉണ്ടാവുകയും അൽഹംദുലില്ലാഹ് ഇന്ന് ജോലി ചെയ്ത് കല്യാണമൊക്കെ കഴിഞ്ഞ് വളരെ സന്തോഷത്തോടുകൂടെ ജീവിക്കുന്നു. അല്ലാഹു തആല ആഫിയത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഖാജ തങ്ങളുമായുള്ള വലിയ പിടി, വളരെയേറെ കൈവിടാത്ത പിടിക്കാറായി തങ്ങളവറുകൾ കൊണ്ടു നടക്കുന്നുണ്ട്. എൻ്റെ തറവാട്ട് വീട്ടിൽ അജ്മീർ മൗലിദ് അനുജൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നതിൻ്റെ ആദ്യഘട്ടത്തിൽ വലിയ പ്രയാസകരമായ ഒരു അനുഭവങ്ങളും പ്രയാസങ്ങളും ചുറ്റുഭാഗത്ത് നിന്ന് അതിൻ്റെ വാർഷികം നടത്തുന്ന സമയത്തുണ്ടായപ്പോൾ അതിന് ആദ്യം തന്നെ പതാക ഉയർത്താനും ദുആ ചെയ്യാനും വന്നുകൊണ്ട് വലിയ ശക്തി പകർന്ന സയ്യിദിൻ്റെ ആ പ്രവർത്തനം ഇന്നും മനസ്സിൽ തളം കെട്ടി സ്മരിക്കപ്പെട്ട് കിടക്കുകയാണ്. അല്ലാഹു തആല തങ്ങൾക്ക് ഇനിയും ദറജകൾ ഏറ്റിക്കൊടുക്കട്ടെ. തങ്ങളുടെയും കുടുംബത്തിൻ്റെയും എല്ലാ വിഷയത്തിലും അല്ലാഹു തആല അഭിവൃദ്ധി നൽകട്ടെ. ഏതായാലും ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണല്ലോ ഖാജ തങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. ആ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരു
കുട്ടിയാണ് മഹാനായ സയ്യിദ് അവറുകൾ. അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും ഇതിൻ്റെ മടക്കമെല്ലാം എത്തിച്ചൊല്ലുന്നത് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കാണ്. ആ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുണ്യമായ റബീഉൽ അവ്വൽ കടന്നുവരലോടുകൂടെ ലോകത്തിന്റെ ചിത്രം തന്നെ മാറുകയാണ്. പള്ളികൾ, മദ്രസകൾ, സ്ഥാപനങ്ങൾ, വീടുകൾ, അങ്ങനെ ഗ്രാമങ്ങളെല്ലാം മാറുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും അഹ്യാ റബീഉൽ ഖൽബി ശഹ്റൽ മൗലിദി കുല്ലുൽ അനാമി ബിദിക്രി മൗലിദി അഹ്മദി. മുത്തുനബിയുടെ മൗലിദ് ഓതിക്കൊണ്ട് എല്ലാ ജനങ്ങളും ഹയാത്താക്കുകയാണ്. അല്ലെങ്കിൽ അഹ്യാ റബീഉൽ ഖൽബി ശഹ്റുൽ മൗലിദി കുല്ലൽ അനാം. ഈ റബീഉൽ അവ്വൽ മാസം എല്ലാ ജനങ്ങളെയും ഹയാത്താക്കുകയാണ്. റബീഉൽ അവ്വൽ കടന്നു വരുമ്പോൾ എല്ലാ നാടുകളും ആനന്ദകരമായ ലൈറ്റുകളെ കൊണ്ടും മറ്റും സജീവമാവുകയാണ്. പള്ളികളിൽ മൗലിദ് നടക്കുന്നു, വീടുകളിൽ മൗലിദ് നടക്കുന്നു, അതേപോലെ സ്ഥാപനങ്ങളിലും മറ്റും മൗലിദ് നടക്കുന്നു. എല്ലാ സ്ഥലത്തും ബിദിക്രി മൗലിദ് അഹ്മദി, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് സജീവമായി നടക്കുകയാണ്. റബീഉൽ അവ്വൽ മാത്രമല്ല, മലപ്പുറം പോലത്തെ സ്ഥലങ്ങളിൽ 41 ദിന മൗലിദ് എന്ന് വെച്ചാൽ റബീഉൽ അവ്വൽ മുഴുവനും, അതേപോലെ തന്നെ റബീഉൽ ആഖിറിന്റെ 11 ദിവസവും മൗലിദുകൾ പള്ളിയിൽ സജീവമായി നടക്കുകയാണ്. ആ ഭാഗത്തൊക്കെ മൗലിദിന് പഴയ കാലം മുതൽ തന്നെ വലിയ പബ്ലിസിറ്റിയും വലിയ അംഗീകാരവുമുണ്ട്. ഞാൻ ഓർക്കുകയാണ്, 20 വർഷത്തിന് മുമ്പ് താനൂർ മൗലിദിൽ പങ്കെടുത്ത അനുഭവം. താനൂർ മൗലിദ് എന്ന് വെച്ചാൽ അത് മുത്തഅല്ലിമീങ്ങൾക്കൊക്കെ വലിയൊരു ആശ്വാസമാണ് അന്ന്. കാരണം താനൂർ ജുമുഅത്ത് പള്ളിയുടെ, വലിയ പള്ളിയുടെ സവിധത്തിലേക്ക് ആളുകളൊക്കെ വരും. അവരുടെ വീട്ടിലേക്ക് മൗലിദിന് ആവശ്യമുള്ള ആളുകളെ കൊണ്ടുപോകാൻ അവരെല്ലാവരും കടന്നു വരും. അങ്ങനെ അവിടെ നിന്ന് ഓരോ ആളുകളും മുത്തഅല്ലിമീങ്ങളെ സെലക്ട് ചെയ്ത് അവരുടെ വീട്ടിൽ കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോയിട്ട് എല്ലാ പള്ളികളിലും, ആ ചുറ്റുഭാഗത്തുള്ള പള്ളികളിലും മറ്റുമൊക്കെയായി, അതേപോലെ തന്നെ പ്രധാന പള്ളികളിൽ നിന്നൊക്കെ അഷ്റഖ പാടുന്ന ശബ്ദം കേൾക്കുമ്പോൾ, പള്ളിയിൽ നിന്ന് മൈക്കിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ വീടുകളിൽ നിന്ന് ഒരുമിച്ച് ആരംഭിക്കുന്ന ഒരു ചുറ്റുപാട്. അങ്ങനെ വിനീതനും അന്ന് പോയിട്ടുണ്ട്. അന്ന് 150 രൂപ കൈമടക്കിട്ടീന്. എത്ര കൊല്ലം? 20 കൊല്ലത്തിന് മുമ്പ്. ആ കണക്കിന് ഇപ്പം മൗലിദിന് 1500 തരണം. അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. ഇയാൾ ഫസ്റ്റ് വന്നിട്ട് എൻ്റെ പൈസൻ്റെ ആളെന്ന് പറയണ്ട. ഏതായാലും ഞാൻ പറഞ്ഞത്, ആ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് 150 രൂപ കൈമടക്ക്. അങ്ങനെ പോയ കൂട്ടത്തിൽ ഒരു രസമുണ്ടായി. നമ്മളെ കൂടെ കുറേ ആളുകൾ പോകും. അപ്പോൾ ഞാൻ പോയ വീട്ടിലേക്ക് 2 ആളുകളുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് വേറെ 2 ആളുകൾ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയപ്പോൾ അവിടുത്തെ ആളുകൾ പറഞ്ഞു, ഒന്നിച്ച് പോയ കൂട്ടുകാരനോട്, ഞങ്ങൾക്കിൽ വലിയ വിശ്വാസമൊന്നും ഉണ്ടായിട്ട് കഴിക്കുന്നതല്ല, പിന്നെ കഴിച്ചില്ലെങ്കിൽ തീ പിടിച്ചു പോവോ. പണ്ട് ഒരു മഹാൻ അവിടെ പറഞ്ഞ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അവിടെ ഒരു തീപിടുത്തവും പ്രയാസങ്ങളും ഉണ്ടായപ്പോൾ മങ്കൂസ് മൗലിദ് എല്ലാ വീട്ടിലും നടത്തണമെന്ന് പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ അങ്ങനെയാണ് ഞങ്ങൾ നടത്തുന്നത്. പിന്നെന്ത് പൊട്ടത്തരായി പറയുന്നത്? അതിനുവേണ്ടി തന്നെയല്ലേ ഇത് നമ്മൾ ചെയ്യുന്നുള്ളത്. ഏതായാലും ഇങ്ങനെയുള്ള മൗലിദുകൾ 41 ദിവസങ്ങളോളം മലപ്പുറത്തിൻ്റെ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ വീടുകളിലെല്ലാം ഈ റബീഉൽ അവ്വൽ അസ്തമിക്കലോടുകൂടെ ഒരിക്കലും മൗലിദ് അസ്തമിച്ചുകൂടാ. എപ്പോഴും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ലോകത്തിലാകെ പാടി പറയേണ്ടതുണ്ട്. മുഹമ്മദ് എന്ന നാമത്തിന്റെ തന്നെ അർത്ഥം അതാണ്. മുഹമ്മദ് സിയാദത്തുൽ ബിനായി തദുല്ലു അലാ സിയാദത്തിൽ മഅന. ഉലമാക്കൾ ഉള്ളതുകൊണ്ട് പറയുകയാണ്, ഒരു പദത്തിന്റെ വർധനവ്, അതിനുള്ള അക്ഷരത്തിന്റെ വർധനവ് വന്നാൽ അർത്ഥത്തിനും വർധനവുണ്ട് എന്നാണ് അതിൻ്റെ ശാസ്ത്രം. ആ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ധാരാളം പ്രശംസിക്കപ്പെടുന്ന ആളുകൾ, ധാരാളം സ്തുതികൾ അർപ്പിക്കപ്പെടുന്ന ആളാണ്. അതല്ലേ മുഹമ്മദൻ സമ്മൗ നബിയൽ ഹുദാ വഹുവ അഹഖുൻ നാസി ബിൽ ഹംദി. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അബ്ദുൽ മുത്തലിബ് എല്ലാ ആളുകളെയും വിളിച്ചിട്ട് അതേ മുഹമ്മദ് എന്ന് പേര് വെച്ചപ്പോൾ
അവർ പറഞ്ഞില്ലേ ഖദ് റഗിബ്ത അൻ അസ്മായി ആബായിക്, എന്തേ എല്ലാ ആളുകളും ചെയ്യുന്ന പേരുകൾ, കുടുംബത്തിലൊക്കെ കുടുംബത്തിലിടുന്ന പേരുകൾ ഇടാത്ത വേറെ ഒരു പേരെന്താണ് ഇട്ടതെന്ന് ചോദിച്ചപ്പോ അറത്തു അൻ യഹ്മദഹു മൻ അലൽ ഗബറാ, ലോകത്തുള്ള എല്ലാ ആളുകളും, അത് പാത്തൂറിലാണെങ്കിലും ആദൂരിലാണെങ്കിലും ലോകത്തിന്റെ മുക്കിലും മൂലയിലും എല്ലാ ലോകത്തുള്ള ആളുകളൊക്കെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ നാമകരണം ചെയ്യുന്നത്. അബ്ദുൽ മുത്തലിബ് പറയുകയാണ്, യഥാർത്ഥത്തിൽ മുത്തനബിക്ക് മുഹമ്മദ് എന്ന് പേരിട്ടാരാണ്? യഥാർത്ഥത്തിൽ മുഹമ്മദ് എന്ന് പേരിട്ടത് അല്ലാഹു ആണ്. وأوجد نوره قبل خلق العالم وسماه محمدا. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് മുമ്പായി ആദ്യമായി ഇവിടെ പടച്ച സൃഷ്ടി ഏതാണ്? താജ്ദാരെ മദീന റൂഹേ മുജസ്സം മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകാശമാണ്. ആ പ്രകാശത്തിന് അല്ലാഹു തആല അന്ന് തന്നെ വസമ്മാഹു മുഹമ്മദാ, മുഹമ്മദ് എന്ന് പേരിട്ടിട്ടുണ്ട്. അല്ലാഹു തആല നാമകരണം ചെയ്ത നാമമാണ് മുഹമ്മദ് എന്നുള്ളത്. അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. ഏതായാലും ഭൂലോകത്ത് അതിനെ പ്രസിദ്ധപ്പെടുത്തിയത്, പരസ്യപ്പെടുത്തിയത് അബ്ദുൽ മുത്തലിബാണ്. ഓരോന്നിനും ഓരോ ശൈലികളുണ്ടല്ലോ. ഇവിടെ നാമകരണം ചെയ്യണം, കുട്ടികളായ ആളുകൾക്ക് നാമകരണം ചെയ്യണം. അത് വലിയ പുണ്യമുള്ള കാര്യമാണ്, അത് അറിയിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ വുലിദ ലഹു മൗലൂദുൻ ഫസമ്മാഹു മുഹമ്മദൻ ഹുബ്ബൻ ലീ വതബറുകം ബിസ്മി കാന ഹുവ മൗലൂദുഹു ഫിൽ ജന്ന. ഒരാൾക്കൊരു കുട്ടി ജനിക്കുകയും ആ കുട്ടിക്ക് എന്നോടുള്ള ഇഷ്ടം കാരണം, എന്റെ നാമത്തിന്റെ പേരിന്റെ കാരണം കൊണ്ട് ബറക്കത്തെടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ മുഹമ്മദ് എന്ന് പേരിട്ടാൽ കാന ഹുവ മൗലൂദുഹു ഫിൽ ജന്ന, അവനും അവന്റെ കുട്ടിയും സ്വർഗത്തിലാകുമെന്ന് മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ രക്ഷിതാക്കളോട് പ്രധാനമായി ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ മക്കൾക്ക് മുത്ത് നബിയുടെ പേര് ഇടണം, മുത്ത് നബിയുടെ നാമകരണം ചെയ്യണം. ഒരുപാട് പേരുകളുണ്ട്. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ധാരാളം പേരുകൾ മുത്തുനബി തന്നെ പറഞ്ഞ വാനൽ ഹാഷിർ, വാനൽ മാഹി, വാനൽ ആഖിബ്, ഇങ്ങനെ ഹദീസുകളിൽ വന്ന ധാരാളം പേരുകളുണ്ട്. അതിന് പുറമെ ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമങ്ങളെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് വലിയ ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ധാരാളം പേരുകളുണ്ട്. ഒരു കുട്ടിക്ക് മുഹമ്മദ് എന്ന് പേരിട്ട് അതിനെന്ത് തൊട്ട് പേരിട്ടാൽ അടുത്തതിനും മുഹമ്മദ്, എല്ലാം മുഹമ്മദ് ഇടണമെന്ന് പറഞ്ഞാൽ നടക്കൂല ഉസ്താദെ. അങ്ങനെ വിഷമിക്കേണ്ടതില്ല. അഹ്മദ് എന്ന് പേരിടാം, ഹാമിദ് എന്ന് ചേർക്കാം, മഹ്മൂദ് എന്ന് ചേർക്കാം. ഇങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബിഇൻജീലി ഈസ മിൻ അസാമിഹി അഹ്മദു വതൗറാത്തി മൂസ ഹമീദു യുതഹമ്മദു വമഹ്മൂദിൻ ഇസ്മുൻ ഫിസ്സബൂരി മുമജ്ജദു ഖിതാമു ജമീഇൽ അംബിയാഇ മുഹമ്മദു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പൂർവികമായ ഗ്രന്ഥങ്ങളിൽ അഹ്മദ് എന്നും ഹാമിദ് എന്നും മഹ്മൂദ് എന്നും ഇങ്ങനെ പല പേരുകളുമുണ്ട്. വിശുദ്ധമായ ഖുർആൻ മുഹമ്മദ് ഖിതാമു ജമീഇൽ അംബിയാഇ മുഹമ്മദു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര്, ആ മുഹമ്മദ് എന്ന പേര് നമ്മുടെ മക്കൾക്ക് മുത്തുനബിയെ ഇഷ്ടം വെച്ച് അവിടുത്തെ നാമത്തിന്റെ ബറക്കത്തെടുക്കാൻ ഇടണം. അതാണ് ഇമാമുനൽ ബൂസൂരി റഹിമഹുല്ല പറഞ്ഞത്, ഫഇന്ന ലീ ദിമ്മതൻ മിൻഹു ബിതസ്മിയതി മുഹമ്മദൻ വഹുവ ഔഫൽ ഖൽഖി ബിദ്ദിമമി മൗലായ വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം.
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരാകുന്ന മുഹമ്മദ് എന്ന പേര് എനിക്കിട്ടത് കാരണം എനിക്ക് വലിയ ധൈര്യമുണ്ട്, വലിയ മനക്കരുത്തുണ്ട്. ഫഇന്നലി ദിമ്മതൻ മിൻഹു ബിതസ്മിയതി മുഹമ്മദാ വഹുവ ഔഫൽ ഖൽഖി ബിദ്ദിമമി. അതേ, ഒരു കാര്യം ഏറ്റെടുത്താൽ, ഒരു കാര്യം തരാമെന്ന് പറഞ്ഞാൽ വാഗ്ദാനങ്ങൾ ലംഘിക്കാത്ത ഏറ്റവും വലിയ വാഗ്ദാന പൂർത്തീകരണത്തിൻ്റെ ഉദാഹരണമായ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ നാമമാണല്ലോ എനിക്ക് ഇട്ടിട്ടുള്ളത്, അവിടുത്തെ നാമമാണല്ലോ എനിക്ക് നാമകരണം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് വലിയ ധൈര്യമുണ്ട്, മുത്ത് നബിയുടെ ശഫാഅത്തും അവിടുത്തെ പിടുത്തവും എനിക്കുണ്ടാകുമെന്ന വലിയ ബോധ്യമുണ്ടെന്ന് ഇമാമുൽ ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. മക്കൾക്ക് പേരിടുമ്പോൾ നാം ശ്രദ്ധിക്കണം. സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇന്ന് മക്കൾക്ക് തോന്നിയ പോലെ പേര്, യൂട്യൂബ് അതേപോലെ തന്നെ ഗൂഗിൾ ഉസ്താദിനെ സെർച്ച് ചെയ്യും. ഇന്ന് പേരിടാനും എല്ലാത്തിനും ഗൂഗിൾ ഉസ്താദ്. നമ്മളോട് വിളിച്ചു ചോദിക്കും എന്തെല്ലാം യകാരം കൊണ്ട് തുടങ്ങുന്ന പേരാണ്. ഞാൻ പറയാറുണ്ട്, ഖുർആനിൽ ആകെ ഉള്ളത് ബിസ്മില്ലാഹി മജ്രേഹ എന്ന് പറയുന്ന ഒരു ഇമാലത്താണ് ഖുർആനിൽ ആകെ ഉള്ളത്. ഇത് മെഹ്റ ഷെഹ്റ യകാരം കൊണ്ട് തുടങ്ങുന്ന പേരാണ്. അറബിയിൽ അങ്ങനെയില്ല, 10 കസറും അങ്ങനെയില്ല. അതുകൊണ്ട് ഞാൻ പറയാറുണ്ട്, ഒരുപാട് ആളുകൾ പിന്നെ പല സംശയങ്ങളും ചോദിച്ചും പലതുമായി കിതാബൊക്കെയായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങോട്ട് സംശയം ചോദിക്കാറുണ്ട്, നാം അങ്ങോട്ട് ചോദിക്കാറുണ്ട്. പക്ഷേ 2 വിഷയത്തിന് ഞാൻ മറുപടിക്ക് നിൽക്കലേ ഇല്ല. ഒന്ന്, ഇങ്ങനെയുള്ള പേരുകൾ ചോദിച്ചാൽ എന്തെല്ലാം ചോദിക്കും. നമ്മളോടൊരു പേര് ചോദിച്ചാൽ പറഞ്ഞാൽ ഇടുക എന്നല്ലാതെ, അപ്പോൾ തങ്ങളോട് ഞാൻ പറഞ്ഞാൽ എൻ്റെ കുട്ടിയുടെ ഒരു പേരാണോ, തങ്ങൾ പറഞ്ഞാൽ അത് ഇടുക അല്ലാതെ അതിൻ്റെ അർത്ഥം അതത്ര ഇഷ്ടപ്പെട്ടില്ല, അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇങ്ങനെ എന്ത് അങ്ങനെ ചോദിച്ച് എന്തൊക്കെ അർത്ഥം എവിടെന്നോ കിട്ടുന്ന, ഗൂഗിൾ കൊടുത്തതോ അല്ലെങ്കിൽ പത്രങ്ങളിൽ നിന്ന് കൊടുത്തതോ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് കിട്ടിയ ആ പേര് തന്നെ ആവണമെന്ന് വാശി പിടിച്ചാൽ പിന്നെ എന്താ ചെയ്യുക? അങ്ങനെ ഒന്ന് ഈ പേരിൻ്റെ വിഷയം, വേറൊന്ന് ക്വിസ്. സുബ്ഹാനല്ലാഹ്, എന്തൊക്കെ ചോദ്യം ഉണ്ടാവും. ഈ ഉസ്താദിന് എന്താ അറിയാത്ത? പള്ളിയിലത്തെ ഉസ്താദിനോട് പോയിട്ട് ചോദിക്കും, അതിൻ്റെ ഉത്തരം എന്ത്, ഇതിൻ്റെ ഉത്തരം എന്ത്, അതിൻ്റെ ഉത്തരം. അങ്ങനത്തെ ഇത് വാട്സപ്പിൽ വന്നെങ്കിൽ നോക്കലേ ഇല്ല, പ്ലേ ചെയ്യലേ ഇല്ല. ആദ്യം തന്നെ, കാരണം ഈ ലിസ്റ്റ് അതിലുണ്ടാവല്ലോ, അതുകൊണ്ട് വോയിസ് പ്ലേ ചെയ്യല്ല. പിന്നെ മറുപടി എന്നിട്ടുള്ള ബേജാറ് വേണ്ടല്ലോ. പിന്നെ അത് ഗൾഫിൽ നിന്നൊക്കെ വിടുന്ന അരമണിക്കൂറിൽ ഉത്തരം പറയാണ്ട്, നിങ്ങൾ പെട്ടെന്ന് അയച്ചിട്ട് വേണമെങ്കിൽ മിസ് കോൾ ഇങ്ങോട്ട് അയക്കും, നോക്കട്ടെ പറഞ്ഞിട്ട് ശ്രദ്ധിക്കലേ ഇല്ല. അപ്പോൾ തന്നെ നെറ്റ് ഓഫാക്കി വെക്കും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇട്ടിട്ട് പള്ളിയിലത്തെ ഉസ്താദിനോട് ചോദിക്കാം, നിങ്ങൾക്ക് എന്തോ അറിയുന്നില്ല, ഇപ്പോൾ അതെന്ത് ഇപ്പോൾ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല, ലൈവുള്ളത് കൊണ്ട് ഇൻഷാ അല്ലാഹ്. ഏതായിരുന്നാലും അങ്ങനെ ഒരുപാട് പിന്നെ പേരുകൾ ഇന്ന് ജനങ്ങൾ തോന്നിയ പോലെ ഇടുകയാണ്. വളരെ വിഷമമുണ്ട്, വളരെ ദുഃഖമുണ്ട്. കാരണം ഒരാൾ മരിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറയണോ വേണ്ടെന്ന് സംശയിക്കപ്പെടുകയാണ്. അത് ക്രിസ്ത്യാനിൻ്റെ പേരാണോ മറ്റു മതസ്ഥരുടെ പേരാണോ? അവരെ പേരിനെ ആക്ഷേപിക്കല്ല, അവർക്ക് അവരുടെ മതത്തിൻ്റെ പേരുകൾ അവർക്കിടാം, അവരുടെ സ്വാതന്ത്ര്യമാണ്. ഇത് നമ്മുടെ മക്കളുടെ പേരുകൾ, ഓരോ പെൺമക്കളുടെയും ആൺമക്കളുടെയും പ്രത്യേകിച്ച് പെൺമക്കളുടെയൊക്കെ പല പേര് കേൾക്കുമ്പോൾ അത് എന്താണ്, നമുക്ക് പെട്ടെന്നൊരു മരിച്ചെന്ന് കേൾക്കുമ്പോൾ ഇന്നാ ലില്ലാഹി പറയണോ? പിന്നീടാണ് നമുക്കറിയുന്നത് ഇന്ന ജമാഅത്തിലെ ഇന്നാളെ മോളാണ് എന്നറിയുമ്പോഴാണ്, മോനാണെന്ന് അറിയുമ്പോഴാണ് ഇന്നാ ലില്ലാഹി പറയാൻ തോന്നുക. മുമ്പത്തൊക്കെ പേര് മുഹമ്മദ്, അഹമ്മദ്, ഹാമിദ്, ഈസ, മൂസ ഇങ്ങനെയൊക്കെ മരിച്ചു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറഞ്ഞു. അതുകൊണ്ട് വളരെ വിഷമമുണ്ട്. എൻ്റെ രക്ഷിതാക്കളൊക്കെ ആ വിഷയത്തിൽ വളരെ ജാഗ്രത പുലർത്തണം. മക്കളെ വിഷയത്തിൽ നമ്മൾ ജാഗ്രത പുലർത്തണം. ആരെങ്കിലും പേരിടാനും ആരെങ്കിലും ചെയ്യുന്നതിന് നമ്മൾ ഒത്തുകൊടുത്താൽ ശരിയാവില്ല. അത് ഓരോ പറഞ്ഞതാണ്, ചങ്ങായിമാർ പറഞ്ഞതാണ്, ഓരിട്ട പേരാണ്. അതെങ്ങനെ ഉസ്താദ് നമ്മളിതാക്കി നമുക്ക് വിഷമമായിപ്പോവും എന്ന രൂപത്തിൽ നമ്മളാവാൻ പാടില്ല. നമ്മുടെ മക്കളുടെ വിഷയത്തിൽ നാമകരണത്തിലായാലും അവരെ ഇബാദത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും വേഷവിധാനത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും നമ്മൾ ജാഗ്രത പുലർത്തണം, നാം ജാഗരൂകരാകണം. സാധാരണ പല ഉസ്താദന്മാർ തമാശ പറയാറുണ്ട്, ഇതാമാ പോക്കരാക്കാന്നൊരു മലപ്പുറത്തൊരു ചൊല്ലലുണ്ട്. മലപ്പുറത്ത് തന്നെ ഒരു ഉസ്താദ് പറയുന്നതായിട്ട് തമാശയാണ്. ഇതാമാ പോക്കരാക്കാന്നുള്ള നയം നമുക്ക് പറ്റില്ല നമ്മളെ മക്കളെ വിഷയത്തിൽ. എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഒരു വ്യക്തി, ഒരു പോക്കരാക്കാന്നൊരു പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹം തമാശയാണ്, ഒരു ഉസ്താദ് മലപ്പുറത്ത് തന്നെ ഒരു ഉസ്താദ് പറയുന്നതായിട്ടാണ്. അപ്പോൾ ഈ പോക്കരാക്ക എന്ത് ചെയ്യും, എല്ലാ ദിവസവും രാവിലെ തന്നെ, വളരെ രാവിലെ അതിരാവിലെ സുബഹിക്ക് മുമ്പ് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങനെ പോയി
അവിടെ പള്ളിക്ക് പോയി നിസ്കരിച്ചു, അല്ലെങ്കിൽ പോയി അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന കടയിലൊക്കെ തട്ടുകടയിൽ നിന്ന് പുട്ടും ചായയൊക്കെ കുടിച്ച് അങ്ങനെ റെഡിയായി. പിന്നെ രാത്രി കുട്ടികളൊക്കെ കടന്നതിന് ശേഷം വരും. രാത്രി രാവിലെ പോയി രാത്രി വരും. അങ്ങനെ ഒരു ദിവസം എന്തോ അവിടെ പണിമുടക്കുണ്ടായി. അങ്ങനെ കുട്ടികൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒരാളെ കാണുന്നവിടെ. അപ്പോൾ കുട്ടികൾ ചോദിച്ചാലോ ഇതാമാ പോക്കരാക്ക. കാരണം എല്ലായിടത്തും പോയിട്ടാകുമ്പോൾ സ്കൂളിൽ നിന്നൊക്കെ പറയുന്നു പോക്കരാക്കാൻ്റെ മക്കൾ എന്ന് പറയുന്നു. പോക്കരാക്കാനെ ഈ കുട്ടികൾക്ക് കണ്ടിട്ടില്ല. അപ്പോൾ ഈ കുട്ടികൾ ചോദിച്ചാൽ ഇതാമാ പോക്കരാക്ക, നമ്മളെ ഉപ്പ ഇതാണോ എന്ന്. അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ പറ്റില്ല. നമ്മളെ മക്കളുടെ എന്തെങ്കിലും തെറ്റ് കാണുമ്പോൾ അപ്പോൾ അവിടെ ഉപ്പയാകണം, അപ്പോൾ അവിടെ ഉമ്മയാവണം, അല്ലെങ്കിൽ അർത്ഥമില്ല അല്ലേ? അപ്പൊ നാം നമ്മുടെ മക്കളിൽ ജാഗ്രത പുലർത്തണം. അതേപോലെ അവരുടെ നാമകരണത്തിലും ആദ്യമായി മക്കൾക്ക് പഠിപ്പിക്കേണ്ട വിഷയം എന്താണ്? വഅവ്വലു വാജിബിൻ അലൽ ആബാഇ വൽ ഉമ്മഹാതി തഅലീമുഹു അന്ന നബിയനാ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉലിദ ബിമക്ക വദുഫിന ബിൽ മദീന. മഹാനായ സൈനുദ്ദീൻ മഖ്തൂബ് തങ്ങൾ രേഖപ്പെടുത്തിയില്ലേ, ആദ്യമായി രക്ഷിതാക്കൾ ചെയ്യേണ്ട കാര്യം മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ ദൂതനായി, മക്കയിൽ ജനിച്ചു, മദീനയിൽ വഫാത്തായി. മുത്ത് നബിയെ പറ്റി പഠിപ്പിച്ചു കൊടുക്കണം. സംശയം, എന്തേ നബിയാണോ ആദ്യം പഠിപ്പിക്കണ്ടേ, അള്ളാഹുവിനല്ലേ പഠിപ്പിക്കണ്ടേ? ഇന്ന് സോഷ്യൽ മീഡിയകളും മറ്റും നോക്കി മതമാണെന്ന് മനസ്സിലാക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടെങ്കിൽ നാം ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഒരിക്കലും സോഷ്യൽ മീഡിയ ഇന്ന് യൂട്യൂബിന്റെയും മറ്റും ക്ലാസുകൾ മാത്രം അവലംബിക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ ലോകത്തിന്റെ എല്ലാ മേഖലകളിൽ നിന്നും ഇരുന്ന് കാണാൻ പറ്റുന്ന സാഹചര്യം കൊറോണയ്ക്ക് ശേഷം സജീവമായിട്ടുണ്ടെങ്കിൽ പലതിലൂടെയും നമ്മുടെ ഈമാൻ തന്നെ കവർന്നെടുക്കപ്പെടാൻ കാരണമുണ്ട്. എല്ലാം നേടാനുള്ള ദിക്ർ, എല്ലാം കൊണ്ടുവരാനുള്ള ഈ ലോകത്ത് ഇതുവരെ ആശൂറ നടത്തിയിട്ടില്ല, താസുഅ നടത്തിയിട്ടില്ല, മേറാജ് നടന്നിട്ടില്ല എന്ന രൂപത്തിൽ പുതിയ പുതിയ പലതും എവിടെ നിന്നെങ്കിലും കണ്ടത് ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ട് തെളിവുകളില്ലാതെ ആധികാരികതയില്ലാതെ ജനങ്ങളുടെ മനസ്സിൽ കുത്തിനോവിച്ചുകൊണ്ട് ഈമാനികമായി ചാബല്യമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഈ സാഹചര്യത്തിൽ വളരെയേറെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഒരുപക്ഷെ യൂട്യൂബ് എടുത്ത് സെർച്ച് ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമ്മുടെ മനസ്സിലേക്ക് സംശയമുണ്ടാക്കിയേക്കാം. ആദ്യമായി പഠിപ്പിക്കേണ്ടത് അള്ളാഹുവിനെയല്ലേ? ആദ്യമായി പഠിപ്പിക്കേണ്ടത് മുത്ത് നബിയെയാണ്. കാരണം നമുക്ക് فالله موجود قديم باقي مخالف للخلق بالإطلاق. ഒരു രൂപത്തിലും ഉദാഹരണം പറയാൻ പാടില്ലാത്ത, ഒരു തുല്യതയില്ലാത്ത, വലം യകുൽ ലഹു കുഫുവൻ അഹദ്, ഒരാളെപ്പോലെ വർണ്ണിക്കാൻ പറ്റില്ല, ഒരാളെപ്പോലെയാണെന്ന് പറയാൻ പറ്റില്ല, ഒരാളിൽ ഇറങ്ങുമെന്ന ഹുലൂൽ ഇത്തിഹാദ് പറ്റില്ല. ഇങ്ങനെ ഒരാൾക്കും വർണ്ണിക്കാൻ പറ്റാത്ത, കുൻഹിദാത്തറിയാത്ത അള്ളാഹുവിനെ നാം എങ്ങനെ മനസ്സിലാക്കാനാണ്? മനസ്സിലാക്കി തരാനാണ് ഇസ്ലാമിന്റെ ദഅവത്തുമായി കടന്നു വന്ന ലക്ഷത്തെ ചില്ലാനം അംബിയാ മുർസലുകളില് സമാമരം കുറിച്ച് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നത്. ആ മുത്തുനബിയെ നാം അറിയണം. എവിടെ ജനിച്ചു? ആരെ മോനാ? ആ പൊന്നുമോൻ ആരുടെ പൊന്നുമോനാ? അല്ലാഹ് മക്കയിൽ മുഴുവനും അല്ലമീൻ അല്ലമീൻ, എല്ലാവരും സംശയമില്ലാതെ സദേ ആളുകളൊക്കെ വിളിച്ചിരുന്ന അല്ലമീൻ അല്ലമീൻ. ഒരു സംശയത്തിൻ്റെ, ഒരു കളവിൻ്റെ, ഒരു വഞ്ചനയുടെ ലാഞ്ചനയില്ലാത്ത ഉദാത്തമായ മാതൃകാപരമായ ജീവിതത്തിൻ്റെ ഉടമയായ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് ബോധ്യപ്പെട്ടാലേ ആ ഹബീബ് പറയുന്ന അള്ളാഹുവിന് മനസ്സിലാക്കാനും വിശ്വസിക്കാനും പറ്റൂ. അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റില്ല. ആദ്യമായി മക്കൾക്ക് നാം ദീനീ ബോധം പഠിപ്പിച്ചു കൊടുക്കണം. മുത്തുനബിയെ പഠിപ്പിച്ചു കൊടുക്കണം. അവിടുത്തെ ജീവിതം, അവിടുത്തെ ജനനം, ജീവിതത്തിൻ്റെ മേഖലകൾ, വഫാത്ത്, അതിൻ്റെ എല്ലാ വശങ്ങളും, ജീവിതത്തിൻ്റെ മാതൃകാപരമായ വശങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് മക്കളെ ദീനീ ദഅവത്തിലേക്ക് കൊണ്ടുവരണം.
കൊണ്ടുവരലാണ്. അതേ രക്ഷിതാക്കളുടെ കർത്തവ്യം. ഏതായാലും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഹമ്മദ് എന്ന പേര് തന്നെ ധാരാളം സ്തുതിക്കപ്പെടാൻ, ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന് മദഹിന്റെ അലയലുകൾ അടിക്കാൻ അതേ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കേരളക്കരയുടെ മുസ്ലിയാക്കന്മാർ മാത്രം ഉണ്ടാക്കി നിർമ്മിച്ചു കൊണ്ടുവന്ന പോക്കറ്റിലേക്ക് കാശുണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല. നേരെ മറിച്ച് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അത് കാണാം. അതിന് അമേരിക്കയിൽ പോകേണ്ടതില്ല, അതിന് മിസ്രിൽ പോകേണ്ടതില്ല, അതിന് സൗദിയിൽ പോകേണ്ടതില്ല. നിന്റെ വിരൽ തുമ്പിലുള്ള മൊബൈൽ ഒന്ന് അടിച്ചു നോക്കൂ. 2024 മീലാദ് കോൺഫറൻസ് ഇങ്ങനെ അടിച്ചു നോക്കിയാൽ ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിലുള്ള അഷ്ടദിക്കുകളിലുള്ള മദഹിന്റെ വേദികള് വ്യത്യസ്തമായ രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ലോകത്തിന്റെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ധാരാളം പ്രശംസകൾ ഏറ്റുവാങ്ങാൻ പറ്റുന്ന വഹുവ അഹഖുന്നാസ് ബിൽഹംദി, ജനങ്ങളിൽ പ്രശംസ ഏറ്റുവാങ്ങാൻ ഏറ്റവും അർഹതയുള്ള നേതാവാണ്. ഫൗഖസ്സമായിലെ രാജകിളി അർശിലെ സത്ത് മുത്ത് മുഹമ്മദുനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാ സ്ഥലങ്ങളിലും പാടിപ്പറഞ്ഞു. റബീഉൽ അവ്വൽ അവസാനിക്കലോടുകൂടെ നമുക്ക് അസ്തമിക്കുന്ന ഒരു ചുറ്റുപാടുണ്ടാകരുത്. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെക്കുന്നതിൻ്റെ ബഹിർപ്രകടനങ്ങളിൽ ഒന്നാണ് മൗലിദ് സദസ്, സ്വലാത്തിന്റെ മജ്ലിസ് തുടങ്ങിയുള്ളത്. മുത്തുനബിയെ മഹബ്ബത്തുണ്ട് എന്ന് പറഞ്ഞാൽ പോരാ, അതിന് ഇത്തിബാ മാത്രം പോരാ, മുത്തുനബിയുടെ സുന്നത്തുകൾ അനുകരിക്കണം, അത് പ്രധാനമാണ്. അതോടൊപ്പം മുത്തുനബിയുടെ മഹബ്ബത്തുണ്ട് എന്നുള്ളതിൻ്റെ ബഹിർപ്രകടനമായ മദ്ഹുകൾ അത് പറഞ്ഞും പാടിയും നമ്മുടെ നാവുകളിൽ നിന്ന് ഉണ്ടാകണം. മുത്തുനബിയെ മഹബ്ബത്ത് വെക്കാതെ ഒരാളുടെയും ഈമാൻ പരിപൂർണമല്ല. ലാ ഈമാന ലിമൻ ലാ മഹബ്ബത ലഹ്. മുത്തുനബിയെ മഹബ്ബത്ത് വെക്കാത്തവന് ഈമാനില്ല. അതിലൊരു പിഞ്ചോമനക്കുട്ടി പാട്ട് കൊണ്ട് വൈറലായ പിഞ്ചോമനക്കുട്ടിയുടെ പാട്ട് എന്തൊരു ആനന്ദകരമായ, മനസ്സിന് നല്ല സന്തോഷം നൽകിയ പാട്ടാണ്. ആ കുട്ടിയുടെ പാട്ടും ആംഗ്യവും വളരെ നല്ല പെർഫെക്റ്റായ രൂപത്തിൽ വളരെ നല്ല അർത്ഥമുള്ള പാട്ടാണ്. പല കുട്ടികൾക്കും അറിയാം പാടാൻ പറഞ്ഞാൽ. ഉപ്പ ഉമ്മ അതിലും മേലെ പാടി വെക്കളെ ഓർമ്മയുണ്ടാ? ഉണ്ടാവും, പാടും. പറഞ്ഞെങ്കിൽ ഇപ്പൊ വന്നെങ്കിടെ മുട്ടെല്ലാം ഉണ്ടെങ്കിൽ ഷാൽ വാഴ്ത്തി എൻ്റെ കൂടെ വേണം നടക്കുന്നുണ്ടാവും അല്ലെ. എല്ലാവരും ഒന്ന് മുത്തുനബിക്ക് സ്വലാത്തല്ലേ സല്ലല്ലാഹു അലാ മുഹമ്മദ്. എല്ലാവർക്കും ഒരു മടി വന്നിനാ അല്ലെ. ഏതായാലും നിർത്തും, എനിക്ക് നമുക്ക് ആദൂർക്ക് പോകാണ്ട് താങ്കൾക്ക് പെട്ടെന്ന് നിർത്തും. ഏതായാലും നല്ല പാട്ട്. ഉപ്പ ഉമ്മ അതിലും മേലെ എൻ്റെ നബിയോട്, ഉപ്പ ഉമ്മ അതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട്. ലാ യുഅ്മിനു അഹദും ബില്ലാഹി ഇല്ലാ ബിഹുബ്ബി റസൂലില്ലാഹ്. ലാ യുഅ്മിനു അഹദും ബില്ലാഹി ഇല്ലാ ബിഹുബ്ബി റസൂലില്ലാഹ്. ആ കുട്ടിയുടെ ഗാനം എത്ര അർത്ഥമുള്ള ഗാനമാണ്. ഉപ്പയേക്കാൾ ഉമ്മയേക്കാൾ എല്ലാത്തിനേക്കാളും ഇഷ്ടം മുത്തുനബിയോടാണ്. എന്നിട്ട് പറഞ്ഞു, മുത്തുനബിയുടെ മഹബ്ബത്തില്ലാതെ ഈമാൻ പരിപൂർണമല്ല. അതുകൊണ്ട് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മുടെ സ്വശരീരത്തെക്കാൾ ഉപ്പയേക്കാൾ ഉമ്മയേക്കാൾ എല്ലാത്തിനേക്കാളും ഇഷ്ടപ്പെടണം. ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ അമരക്കാരനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ധാരാളം തവണ നിങ്ങൾ കേട്ടവരല്ലേ. അതേ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ തങ്ങളെ ഞാൻ വളരെയേറെ ഇഷ്ടപ്പെടുന്നു. എൻ്റെ ശരീരം കഴിഞ്ഞാൽ എൻ്റെ ഉപ്പയേക്കാൾ ഉമ്മയേക്കാൾ ഭാര്യയേക്കാൾ മക്കളെക്കാൾ സർവ്വതിനേക്കാളും എനിക്ക് ഇഷ്ടം അങ്ങോട്ടാണ് നബിയെ. മുത്തുനബി പറഞ്ഞു, ഉമറേ പോരാ, ഈമാൻ പരിപൂർണമല്ല. ആ
സമയത്ത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി ല അൻതല്ലാന അഹബ്ബു ഇലയ്യ മിൻ നഫ്സി. ഓ നബിയേ, എൻ്റെ ശരീരത്തിനേക്കാളും എനിക്ക് ഇഷ്ടം നബിയോടാ. അപ്പോഴാണ് ഹബീബായ മുത്തുനബി പറഞ്ഞു, അൽ ആന യാ ഉമർ, അൽ ആന യാ ഉമർ. ഉമറെ, ഇപ്പോഴാണ് കാര്യം പെർഫെക്റ്റ് ആയത്, ഇപ്പോഴാണ് നിങ്ങൾക്ക് ലൈക്കിന് അർഹതയുള്ളത്, ഈമാൻ പരിപൂർണമായത് ഇപ്പോഴാണ് ഉമറേ. അങ്ങനെ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് സയ്യിദുനാ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഈമാൻ, അത് നമുക്കുണ്ടായാലേ നമ്മുടെ ഈമാൻ പരിപൂർണമാവുകയുള്ളൂ. നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും സതേ ഉണ്ടാകുന്നതും എന്തെങ്കിലും വിഷമമുണ്ടാകുന്നതും മുത്തുനബിക്ക് വിഷമമുണ്ടാകുന്നതും നോക്കുമ്പോൾ അവിടെ നാം പ്രാധാന്യം കൊടുക്കേണ്ടത് മുത്തുനബിയുടെ അതേ വിഷമത്തിനാ. ഇവിടെ ഒരുപാട് ഉമ്മമാരുണ്ടെന്ന് മനസ്സിലാകുന്നു. കാരണം നേരത്തെ ആ പാട്ട് പാടുമ്പോൾ ആ ഭാഗത്ത് നിന്ന് കുട്ടികൾ പാടുന്നത് കേട്ടു. ഏതായാലും എൻ്റെ ഉമ്മമാരെ, ഹബീബായ മുത്തുനബിയെ നമ്മുടെ മനസ്സിൽ അതേ സ്ഥാനം പിടിച്ചുകൊണ്ട് എപ്പോഴും നാം മഹബത്ത് വെക്കണേ. അറിയില്ലേ, ഉഹദ് രണാങ്കണത്തിൽ ഇസ്ലാമിന് വലിയ വിഷമമുണ്ടായ, ഇസ്ലാമിന് വലിയ ക്ഷീണമുണ്ടാക്കാവുന്ന രൂപത്തിൽ വലിയ പ്രതിസന്ധി നേരിട്ട യുദ്ധമാണല്ലോ ഉഹദ് യുദ്ധം. ഇസ്ലാമിൻ്റെ പ്രഥമ യുദ്ധമായ, പ്രധാന യുദ്ധമായ ബദർ യുദ്ധം നടന്നിട്ട് അതിൽ മുസ്ലിമുകൾക്ക് വലിയ വിജയമുണ്ടായപ്പോ ശത്രുസേന തീരുമാനിച്ചിരുന്നു, ഇതിന് പകരം വീട്ടാതിരിക്കില്ല. അതിന് ശേഷം നടന്നതാണല്ലോ ഉഹദ് യുദ്ധം. ആ ഉഹദ് യുദ്ധത്തിൽ ഹബീബായ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ അനുചരന്മാർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തു. കൂട്ടത്തിൽ അതാ ജബലുർ റുമാത്ത് എന്ന് പറയുന്ന ഉംറക്ക് പോയവർക്കൊക്കെ കാണാം. ആ കുന്നിന് മുകളിൽ അമ്പെയ്ത്ത് വിദഗ്ധരായ 50ഓളം സ്വഹാബികളെ നിർത്തി. എന്നിട്ടതാ യുദ്ധത്തിൻ്റെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുകയാണ്. കൂട്ടത്തിൽ പറഞ്ഞു, സ്വഹാബാ, ഇവിടെ രണാങ്കണത്തിൽ എന്ത് സംഭവിച്ചാലും നിങ്ങൾ ഇറങ്ങി വരല്ല. ഞാൻ വിളിക്കുന്നത് വരെ തിരിച്ചു വരാൻ പാടില്ല. അങ്ങനെ യുദ്ധം കൊടുമ്പിരി കൊണ്ടു. അതേ മുസ്ലിംകളുടെ നിരായുധരായ, അതേ അംഗബലം കുറവായ മുസ്ലിംകളുടെ മുമ്പിൽ ശത്രുക്കൾ അതാ തോറ്റോടാൻ തുടങ്ങുകയാണ്. അവർ പിന്തിരിഞ്ഞോടുകയാ. ഇത് കണ്ടപ്പോൾ അവിടെ നിർത്തപ്പെട്ട ആളുകളുടെ മനസ്സിൽ തോന്നുകയാണ്, ഈ ഉഹദിൽ കിട്ടുന്ന ഗനീമത്തുകളെല്ലാം ഇവർ ഓഹരി വെച്ച് തീർക്കുമോ, ഞങ്ങൾക്കൊന്നും ലഭിക്കില്ലേ എന്ന ഒരു ചിന്ത അവരെ മനസ്സിലുടലെടുത്തുകൊണ്ട് അതെ അവരെല്ലാവരും അവരതെ ഇറങ്ങുകയാണ്. 9 ആളുകൾ ഒഴിച്ച്, അതേ ആ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്, കുറച്ച് ആളുകൾ ഒഴിച്ച് അവരവിടെ നിന്ന് ഇറങ്ങുകയാണ്. മറ്റുള്ള ആളുകളെല്ലാം അതേ ഇറങ്ങുന്നു, അവർ മാത്രം അവിടെ ബാക്കിയായി. ഇത് കണ്ടപ്പോൾ ശത്രുക്കൾക്ക് വലിയ സന്തോഷമായി. അവരാ വഴിയിലൂടെ ബാക്കിയുള്ളവരെ കൊന്നതിന് ശേഷം അതേ രണാങ്കണത്തിൽ ഇറങ്ങിയിട്ട് വളരെ വിഷമമുണ്ടായില്ലേ. നമ്മുടെ കരളിൻ്റെ കഷ്ണമായ, ഹൃദയത്തിൻ്റെ തുടിപ്പായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിഷമമേറ്റ സാഹചര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ എണ്ണി പറഞ്ഞ ആ ഉഹദുണ്ടല്ലോ മുഅ്മിനീങ്ങളെ, ആ ഉഹദുണ്ടല്ലോ ഉമ്മമാരെ, ഹബീബിൻ്റെ മുമ്പല്ല് പൊട്ടിയില്ലേ, ശിരസ്സിന് മുറിവായുണ്ടായില്ലേ. പോരാ, പലരും പറഞ്ഞു ഇന്നി ഖതൽതു മുഹമ്മദാ, മുഹമ്മദിനെ ഞാൻ കൊന്നെന്ന് പറഞ്ഞ് പലരും അവിടെ നിന്ന് വീണവാഴം മുഴക്കിക്കൊണ്ട് ഓടി നടന്നില്ലേ. പക്ഷേ ഇതൊക്കെയും കേട്ടപ്പോ ഒരു ഉമ്മ ആ മൂലയിൽ നിന്ന് ഓടി വരികയാണ്. ആ ഉമ്മയുടെ അന്വേഷണം എന്താണ്? എൻ്റെ നേതാവിന് വല്ലതും സംഭവിച്ചിട്ടുണ്ടോ?
ആ ഉമ്മ കടന്നു വരുമ്പോ ഉമ്മ കണ്ടവരോട് ചോദിക്കുന്നു, മുത്തുനബിക്ക് എന്തെങ്കിലും സംഭവിച്ചോ? അവര് പറയുന്നു, നിങ്ങളെ ഭർത്താവ് കൊല്ലപ്പെട്ടു. ആ ഉമ്മ പറയുന്നു, എനിക്ക് പ്രശ്നമില്ല. വീണ്ടും പോകുമ്പോ പലരും പറയുന്നു, മകൻ കൊല്ലപ്പെട്ടു, അതേപോലെ തന്നെ ഉപ്പ കൊല്ലപ്പെട്ടു. ഇങ്ങനൊക്കെ പറഞ്ഞപ്പോ ആ ഉമ്മാക്ക് വിഷമമില്ല. ഉമ്മാന്റെ ഒരേ ഒരു ചോദ്യം, എൻ്റെ നേതാവിന് വല്ലതും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചിട്ടില്ലെന്നറിഞ്ഞപ്പോഴാണ് ഉമ്മമാരെ ആ മഹദിയുടെ മനസ്സിന് സമാധാനമുണ്ടായതെങ്കിൽ അത് ഒരു പൊതിച്ചോറിന് വേണ്ടിയല്ല, ഒരു സമ്മാനത്തിന് വേണ്ടിയുള്ള മഹബത്തല്ല, വേറെ ഒരു കാര്യലാഭത്തിന് വേണ്ടിയുള്ള മഹബത്തല്ല. നേരത്തെ പറഞ്ഞ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പഠിപ്പിക്കപ്പെട്ട് അവിടുന്ന് പ്രഖ്യാപിച്ച മഹബത്തുണ്ടല്ലോ, ഹൃദയം തൊട്ടറിഞ്ഞ മഹബത്തുണ്ടല്ലോ, അവിടെ ഭർത്താവ് കൊല്ലപ്പെട്ടതിന് പ്രശ്നമില്ല, മകന്റെ ജീവിതത്തിന് സ്ഥാനമില്ല. എല്ലാത്തിനേക്കാളും വലിയ സ്ഥാനം തന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹ്. അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. തങ്ങളുമ്മ ബാപ്പയോ കണ്ടില്ല അവർ രണ്ടിലും തങ്ങളെപ്പോലുള്ളൊരേ സയ്യിദി ഖൈറൻ നബി. അസ്സലാം വസ്സലാമു അലർ റസൂൽ വൽ ഹബീബിൽ അറബി. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സറിഞ്ഞ് മഹബത്ത് വെക്കണേ. മഖ്തലത ഹുബ്ബി ബിഖൽബി അബ്ദിൻ ഇല്ലാ ഹറമല്ലാഹു ജസദഹു അലന്നാർ. ഇമാം ഹാഫിള് അബൂ നഈം തൻ്റെ ഹില്ലത്തുൽ ഔലിയായിൽ രേഖപ്പെടുത്തുന്ന ഹദീസിൽ കാണാം, ഒരാൾ അതേ മഖ്തലത ഹുബ്ബി ബിഖൽബി അബ്ദിൻ, അല്ലാഹുവിൻ്റെ ദാസനായ ഒരാളുടെ മനസ്സിൽ എൻ്റെ ഇഷ്ടം കൂടിക്കലർന്നാൽ ഇല്ലാ ഹറമല്ലാഹു ജസദഹു അലന്നാർ, അല്ലാഹു തആല അവരെ നരകത്തിൽ നിന്ന് നിഷിദ്ധമാക്കുമെന്ന് മുത്ത് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ അന്തരങ്ങളിൽ, മനസ്സാന്തരങ്ങളിൽ, നമ്മുടെ ചിന്തകളിൽ, സംസാരങ്ങളിൽ, മജ്ജകളിൽ, മാംസങ്ങളിൽ ഇഖ്തിലാത്ത് മഖ്തലത ഹുബ്ബി, അതേ മുത്തുനബിയുടെ മഹബത്ത് അലിഞ്ഞു ചേരണം, അവിടുത്തെ ഇഷ്ടം അലിഞ്ഞു ചേരണം. അവിടുത്തെ ദീനിന് നിരക്കാത്ത കാര്യങ്ങൾ കേട്ടാൽ, അവിടുത്തെ സുന്നത്ത് ജമാഅത്തിന് നിരക്കാത്ത കാര്യങ്ങൾ കേട്ടാൽ നമ്മുടെ ഈമാൻ അതേ ഉള്ളത് കാരണം അതിനെതിരെ നല്ല ദേഷ്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സറിഞ്ഞ് മഹബത്ത് വെക്കണേ പോരാ, ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതേ വിശ്രമിച്ച് നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പുണ്യമായ മദീന. ആ മദീന വിശ്വാസിയുടെ അഭിലാഷ കേന്ദ്രമാണ്, വിശ്വാസിയുടെ വലിയ പ്രതീക്ഷയാണ് മദീന. ഇന്നൽ ഈമാന ലയറിസു ഇലൽ മദീന കമാ തഅരിസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ. അതേ മാളത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ പാമ്പ് അതിനിക്ക് പിന്നീടുള്ള രക്ഷ കിട്ടണമെങ്കിൽ, അഭയം കിട്ടണമെങ്കിൽ അതിൻ്റെ മാളത്തിലേക്ക് തിരിച്ചെത്തണം. എത്തുന്നത് വരെ അതിന് സമാധാനമില്ല. അതുപോലെ തന്നെ ഒരു വിശ്വാസിയുടെ അതേ ഈമാൻ മടങ്ങുന്നത് മദീനയിലേക്കാണ്. മദീനയാണ് അവൻ്റെ അഭയ കേന്ദ്രം, അവൻ്റെ മഅ്വാ മദീനയാണ്.
അതല്ലേ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു. ഞാൻ നിർത്തുകയാണ്, ഇത് പറഞ്ഞെല്ലാവരും അതേ ദുആഇന് കാത്തു നിൽക്കുകയാണെന്നറിയാം. അതേ മദീന വിശ്വാസിയുടെ വലിയ പ്രതീക്ഷയാ. ആ മദീന മഹാന്മാർ കണ്ടതെങ്ങനെയാ? മദീനയിൽ ചെരുപ്പിട്ട നടക്കാത്ത മഹാന്മാർ. മദീന എന്തും ശാന്തമാ. ഉംറക്ക് പോയാൽ, മക്ക മദീനയിൽ പോയാൽ അറിയാം, മദീനയിലെത്തിയാൽ എന്തൊരു ശാന്തതയാണ്. ഒരു സൂചി വീണാൽ കേൾക്കാൻ പറ്റുന്ന രൂപത്തിൽ വളരെ ശാന്തമായ അന്തരീക്ഷം അനുഭവപ്പെടുന്ന മദീന. ആ മദീന നമ്മുടെ മനസ്സിൽ വലിയ സ്ഥാനം പിടിക്കേണ്ടതുണ്ട്. അറിയില്ലേ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ചരിത്രത്തിൽ വലിയ സ്ഥാനം പിടിച്ച മുഅദ്ദിനായ ബിലാൽ റളിയല്ലാഹു അൻഹു ഒരുപാട് കാലം അതേ മാധുര്യമുള്ള ശബ്ദം കൊണ്ട് ബാങ്കിന്റെ അലയൊലികൾ തീർത്ത ബിലാൽ റളിയല്ലാഹു അൻഹു ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം അതേ അവിടെ നിൽക്കാൻ സമാധാനമില്ല. മഹാന്മാർക്കൊക്കെ അങ്ങനെയായിരുന്നു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ വഫാത്തിന്റെ കാരണം എടുത്തു നോക്കിയാൽ മറ്റൊന്നുമില്ല, വഫാത്തു റസൂലില്ലാഹ്. റസൂലുള്ളാഹിന്റെ വഫാത്തുമായി ചിന്തിച്ച് ചിന്തിച്ച് ദുഃഖം വന്ന് അത് അതിലുണ്ടായ രൂപത്തിലുള്ളതാണ് ആ മഹബ്ബത്തിന്റെ ലോകം. അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ വഫാത്തിന് ശേഷം അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് വന്നിട്ട് പറയുന്നു, ഓ സിദ്ദീഖ് തങ്ങളെ, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ അഫ്ളലു അമലിൽ മുഅ്മിനി അൽ ജിഹാദു ഫീ സബീലില്ലാഹ്. മുത്തുനബി പറയുന്നത് കേട്ടിട്ടുണ്ട് സിദ്ദീഖ് തങ്ങളെ. ഒരു വിശ്വാസി ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിലുള്ള പോരാട്ടമാണ്, അധ്വാനമാ, ദീനിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ്. അങ്ങനെ അഭിമാനായ സിദ്ദീഖ് തങ്ങൾ ചോദിക്കുന്നു, മാദാ തുരീദു യാ ബിലാൽ, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? തുറന്നു പറയൂ. ആ സമയത്ത് പറയുന്നു, എനിക്ക് അതേ ജിഹാദുമായി കടന്നുപോയി മരണം വരെ ആ രൂപത്തിൽ പോകാനാണ് ആഗ്രഹം. ആ സമയത്ത് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ചോദിക്കുന്നു, ഫമൻ യുഅദ്ദിനു ലനാ യാ ബിലാൽ, ബിലാലെ ഞങ്ങൾക്കിനി ബാങ്ക് കൊടുത്തു തരാൻ ആരാണുള്ളത്? ബാങ്ക് കൊടുക്കാൻ, ബാങ്ക് വിളിക്കാൻ ആരാണുള്ളത് ബിലാൽ? ആ സമയത്ത് ബിലാൽ തങ്ങൾ പറയുന്നു, ലാ ഉഅദ്ദിനു ലി അഹദിൻ ബഅദ റസൂലില്ലാഹ്, അള്ളാന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം ഞാൻ ഒരാൾക്കും ബാങ്ക് കൊടുക്കില്ല. ബാങ്ക് കൊടുക്കാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. അങ്ങനെ അതേ സിദ്ദീഖ് തങ്ങൾ ബിലാൽ തങ്ങളുടെ ആ ഉദ്ദേശം അതേ ചോദിച്ചപ്പോൾ പറയുന്നു, എനിക്ക് ഷാമിലേക്ക് പോകണം, അവിടെ പോയി അതേ ദീനിന് വേണ്ടിയുള്ള സേവനങ്ങൾ ചെയ്യണം. അങ്ങനെ പിന്തിരിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ അവിടെ നിന്ന് ബിലാൽ തങ്ങൾ ചോദിക്കുന്നു, അതേ നിങ്ങൾക്ക് വേണ്ടിയാണ് എന്നെ മോചിപ്പിച്ചതെങ്കിൽ ഫല്യകുൻ മാ തുരീദ്, നിങ്ങൾ ഉദ്ദേശിച്ചത് ഉണ്ടായിക്കൊള്ളട്ടെ. എന്നാൽ വഇൻ കുൻത അഅതഖ്തനീ ലില്ലാഹ്, അള്ളാന്റെ കൂലി ആഗ്രഹിച്ചു കൊണ്ടാണ് നിങ്ങൾ ഉമയ്യത്തിന്റെ കരങ്ങളിൽ നിന്ന്, ധിക്കാരിയിൽ നിന്ന്, അക്രമത്തിൽ നിന്ന് എന്നെ മോചിപ്പിച്ചതെങ്കിൽ ഫഅഅ്തിഖ്നീ വഅദല്ലി,
എനിക്ക് സമ്മതം തരൂ എന്ന് പറയുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിന് സമ്മതം കൊടുക്കുകയാണ്. ഷാമിലേക്ക് പോകുന്നു. അല്ലാ ഷാമിൽ അങ്ങനെ കഴിയവേ ഒരു ദിവസം അതേ സ്വപ്നത്തിലൂടെ ലോകത്തിന്റെ നേതാവ് താജ്ദാരെ മദീന റൂഹേ മുജസ്സം സ്വാദിഖുൽ മസ്ദൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്വപ്നത്തിലൂടെ കടന്നു വരികയാ. ചോദിക്കുന്നു മാ ഹാദിഹിൽ ജഫ്വ യാ ബിലാൽ, എന്താ ബിലാലെ ഒരു പിണക്കം? അമാ ആനലക്കാൻ തസൂറനി, എന്നെ സിയാറത്ത് ചെയ്യാൻ നേരമില്ലേ, സമയമായില്ലേ ബിലാൽ? ബിലാൽ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് ഓടുകയാണ്. ചുരുക്കി പറയുകയാണ്, മദീന ഓടിയെത്തിയിട്ട് അവിടെ വെച്ച് അതേ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കണ്ടവരൊക്കെ അവിടെ നിന്ന് സ്വീകരിക്കുകയാണ്, ചുംബനം കൊടുക്കുകയാണ്. അവസാനം ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് എല്ലാവരും ആവശ്യപ്പെടുന്നൊരാവശ്യം, നിങ്ങളുടെ ആ ശബ്ദമാധുര്യത്തിലുള്ള മധുരമായ ഇമ്പമാർന്ന ബാങ്കുലി കേൾക്കാൻ ഞങ്ങൾക്കെല്ലാം ആഗ്രഹമുണ്ട് ബിലാൽ, ഒന്ന് ബാങ്ക് വിളിച്ചു തരുമോ? സമ്മതിക്കുന്നില്ല. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ നിർബന്ധിക്കുകയാണ്. ബാങ്ക് കൊടുത്ത് അതേ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് പൂർത്തീകരിക്കാൻ പറ്റാതെ ബോധം കെട്ട് വീണ ബിലാൽ. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ, രക്ഷിതാക്കളെ, ആ മുത്തുനബിയോടുള്ള മഹബത്ത് നമ്മുടെ നാവിലൂടെ, നമ്മുടെ സംസാരങ്ങളിലൂടെ, വേഷവിധാനത്തിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാകണം. അല്ലാഹുവേ ഞങ്ങൾ സ്വീകരിക്കണേ അല്ലാ. മഹത്തായ ഈ ജിഷ്തി മഹല്ലില് ബഹുമാനപ്പെട്ട സയ്യിദ് അവരുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഖാജാ തങ്ങളടക്കമുള്ള മഹാന്മാർ അവരൊക്കെ മുൻനിർത്തിയുള്ള ഈ സദസ്സ് ഞങ്ങൾ നിന്ന് സ്വീകരിക്കണേ അല്ലാ. ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തുൽ ഉളമയിൽ ഉൾപ്പെടാൻ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഒരു സബബായി നീ സ്വീകരിക്കണം റഹ്മാനെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അഭിവന്ദരായ സയ്യിദ് അവറുകളുടെ ദുആയിൽ ഒക്കെ പങ്കെടുത്തൊന്ന് പോകാമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഏതായാലും അല്ലാഹു തആല തങ്ങൾക്കും അതേപോലെ തന്നെ ഇതിനായി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഖൈറും ബറക്കത്തും ഇസ്സത്തും അഭിവൃദ്ധിയും നുസ്റും യുസ്റും നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.